ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടെക്നിക്കൽ എക്സാംസ് ക്ലിയർ ചെയ്യാനുള്ള ഏറ്റവും നല്ല വഴി എന്താണെന്ന് അറിയാമോ? പ്രീവിയസ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുക. നമ്മൾ ഒരുപാട് തിയറി വായിച്ച് പഠിക്കുന്നതിനേക്കാൾ എത്രയോ ബെറ്ററാണ് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് സോൾവ് ചെയ്യുന്നത്. എന്താ വെച്ചാൽ നമ്മൾ ആദ്യം ആ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ അതിൽ പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പല പോർഷനിൽ നിന്ന് വരുന്ന, പല സബ്ജക്റ്റുകളിൽ നിന്ന് വരുന്ന. അപ്പോൾ നമ്മൾ എല്ലാം ഒരു നോട്ടെങ്കിലും വായിച്ചു നോക്കും. അതുകൊണ്ട് നമ്മൾ ഇന്ന് മുതൽ കുറച്ച് പ്രീവിയസ് PSC ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ബൈനറി ഈക്വലന്റ് ഓഫ് ഡെസിമൽ നമ്പർ 20.625. ഒരു ഡെസിമൽ നമ്പർ തന്നിട്ടുണ്ട്, അതിന്റെ ബൈനറി ഫോർമാറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഡെസിമലിനെ ബൈനറി ആക്കി കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് 20യുടെ ബൈനറി ഫോർമാറ്റ് എന്താണെന്ന് നോക്കാം. അപ്പം കൺവേർട്ട് ചെയ്യുമ്പോൾ 20ൽ 2 എത്ര ടൈംസ് പോകുന്ന എഴുതുക. റിമൈൻഡർ ഇല്ലെങ്കിൽ 0. പിന്നെ 10ൽ വീണ്ടും 2 എത്ര വട്ടം പോവും? റിമൈൻഡർ ഇല്ലാത്തതുകൊണ്ട് 0. 2 × 2 4 ആണ്. അപ്പോൾ ഇവിടെ 1 വരും. പിന്നെ 2. ഇപ്പൊ 20യുടെ ബൈനറി ഫോർമാറ്റ് എങ്ങനെ എഴുതും? ഇങ്ങനെ കിട്ടിയാൽ ഇവിടുന്ന് റിവേഴ്സ് ആയിട്ടാണ് ആൻസർ എഴുതേണ്ടത്. 1 0 1 0 0 1 0 1 0 0. ഇനി 0.625 എങ്ങനെ ബൈനറി ഫോർമാറ്റിലേക്ക് എഴുതും? 0.625 ബൈനറി ആക്കാൻ വേണ്ടിയിട്ട് ഇൻറ്റു ചെയ്യാം. ഇൻറ്റു 2 ആണ് ചെയ്യേണ്ടത്. 0.625 × 2 എന്ന് പറയുമ്പോൾ 1.250. ഇതിലെ 1 ആണ് നമ്മൾ എടുക്കേണ്ടത്. ഇനി ബാക്കി പാർട്ടിനെ വീണ്ടും 2 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അങ്ങനെ 0 കിട്ടുന്നത് വരെ നമ്മൾ ചെയ്യണം. 0.250 × 2 അപ്പോൾ 0.500. നമുക്ക് ഈ പാർട്ട് മൊത്തം 0 കിട്ടണം. അപ്പം വീണ്ടും ഇൻറ്റു ചെയ്യാം. 0.500 × 2. അപ്പോൾ എന്ത് കിട്ടും? 1.000. ഈ പാർട്ടും 0 കിട്ടണം. അപ്പൊ ഇനി ഈ ലാസ്റ്റ് പോർഷൻ ഒന്നുകൂടി ഇൻറ്റു ചെയ്യാം. കംപ്ലീറ്റ് 0 കിട്ടി. ഇനി ഇത് റിവേഴ്സ് ഓർഡറിലല്ല, ഈ ഓർഡറിലാണ് എഴുതേണ്ടത്. ഈ പാർട്ട് മാത്രം. അപ്പൊ 1 0 1 0 തന്നെ. അപ്പോൾ 20.625 ബൈനറി ഫോർമാറ്റിൽ എഴുതുമ്പോൾ 10100.1010. ഇതാണ് ഇതിന്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a memory that contains 32K memory requires how many different addresses? 32K മെമ്മറി ആണ്. അപ്പൊ എത്ര ഡിഫറെന്റ് അഡ്രസ്സസ് ഉണ്ടാവും എന്ന് ചോദിച്ചാൽ 32K എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. K എന്ന് പറഞ്ഞാൽ 1024നെയാണ് നമ്മൾ K ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത് 1024 ചെയ്താലാണ് അതിന്റെ ആൻസർ കിട്ടുന്നത്. അപ്പോൾ a memory contains 32K memory requires 32768 different addresses. അടുത്ത ക്വസ്റ്റ്യൻ, what is the address line of RST 4.5? 8085 മൈക്രോപ്രോസസറിലെ കുറച്ച് ഇന്ററപ്റ്റുകളാണ് ഈ RST 4.5 5.5 എന്നിവ. അപ്പൊ അതിന്റെ അഡ്രസ് ലൈൻ നമ്മൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. അപ്പോൾ അഡ്രസ് ലൈൻ ഓഫ് ഈ RST ഇന്ററപ്റ്റുകളുടെ അഡ്രസ് ലൈൻ നമ്മൾ പഠിച്ചു വെക്കണം. 7.5 ആണെങ്കിൽ 003CH up to RST 4.5 ആണെങ്കിൽ 0024H. അപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ അഡ്രസ് ലൈൻ ഓഫ് RST 4.5 ആയിരുന്നു. അപ്പോൾ അതിന്റെ ആൻസർ 0024H. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റ്? അപ്പൊ തന്നിരിക്കുന്നത് 8085ന്റെ ഇന്ററപ്റ്റുകളായിരുന്നു. 8085ൽ സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റ് ഉണ്ട്, ഹാർഡ്വെയർ ഇന്ററപ്റ്റ് ഉണ്ട്. സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റ് എന്ന് പറഞ്ഞാൽ അതിലെ ഇൻസ്ട്രക്ഷൻ പ്രോഗ്രാമിലേക്ക് തന്നെയാണ് നമ്മൾ എഴുതി കൊടുക്കുന്നത്. അപ്പോൾ സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റുകൾ ടോട്ടൽ 8 എണ്ണവും ഹാർഡ്വെയർ ഇന്ററപ്റ്റുകൾ ടോട്ടൽ 5 ആണുള്ളത്.
ഈ സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റ് ഏതാണെന്ന് വെച്ചാൽ RST 0 to 7 ആണ്. RST 0 തുടങ്ങി RST 1, RST 2 അങ്ങനെ RST 7 വരെയാണ് സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റുകൾ. അതുപോലെ തന്നെ ഹാർഡ്വെയർ ഇന്ററപ്റ്റ് ആണ് നമ്മൾ പറഞ്ഞ RST 7.5, 6.5 അങ്ങനെ 5.5 പിന്നെ INTA അങ്ങനെ 5 ഹാർഡ്വെയർ ഇന്ററപ്റ്റുകൾ. അപ്പം INTA, ട്രാപ്പ്, RST 7.5 to 5.5 ഈ 5 ഹാർഡ്വെയർ ഇന്ററപ്റ്റും 8 സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റും ആണ് 8085 അപ്പോൾ നമുക്ക് വന്ന ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റ് എന്നായിരിക്കും. അപ്പൊ അതിന്റെ ആൻസർ ഇതിലുള്ള ഏതെങ്കിലും ആയിരിക്കും. RST 0, RST 1, RST 2, 6 അങ്ങനെ RST 7 വരെയുള്ള ഏതെങ്കിലും ഒരു ആൻസർ ആയിരിക്കും സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റ്. Next question. How many pins does a DDR, SDRAM, DIMM have? DDR എന്ന് പറഞ്ഞാൽ ഡബിൾ ഡാറ്റ റേറ്റ്, ഇത് സിങ്ക്രണസ് DRAM, സിങ്ക്രണസ് ഡൈനാമിക് റാമും, DIMM എന്ന് പറഞ്ഞാൽ ഡ്യുവൽ ഇൻ മെമ്മറി മൊഡ്യൂൾ. അപ്പൊ നമ്മൾ കുറച്ച് റാമുകളുടെ പിൻസ് പഠിച്ചു വെക്കണം. SDRAM മാത്രമാണെങ്കിൽ അതിന് 168 പിൻ ഉണ്ടാവും. DDR ബേസ്ഡ് SDRAM ആണെങ്കിൽ 184 പിൻ ഉണ്ട്. DDR2 ആണെങ്കിൽ 240 പിന്നും DDR3 ആണെങ്കിൽ 240 പിന്നും. അതുകൊണ്ട് ഇവിടെ DDR SDRAM ആണ് ചോദിച്ചത്, അതിന് 184 പിൻ ആണുള്ളത്. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, UART ഈസ്. UART എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ അസിൻക്രണസ് റിസീവർ ട്രാൻസ്മിറ്റർ ആണ്. ഇതൊക്കെ ഡിഫറെന്റ് മൈക്രോ കൺട്രോളേഴ്സ് ആണ്. 8250 ആണ് UART. ഇനി 8251 ആണ് USART, യൂണിവേഴ്സൽ സിൻക്രണസ് അസിൻക്രണസ് റിസീവർ ട്രാൻസ്മിറ്റർ. ഇനി 8255 ആണെങ്കിൽ PPI, അതെന്താണ്? പ്രോഗ്രാമബിൾ പെരിഫറൽ ഇന്റർഫേസ്. ഇനി 8257 ആണ് DMA കൺട്രോളർ. 8279 വരുന്നത് കീബോർഡ് ആണ്. ഇത് പ്രോഗ്രാമബിൾ കീബോർഡ്. ഇത് ഓർത്ത് വെച്ചിരിക്കേണ്ടതാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ UART ഈസ് 8250. അപ്പോൾ കൂടുതൽ ക്ലാസ്സും കൂടുതൽ ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അതുവരെ ഗുഡ് ബൈ. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എന്തെങ്കിലും കമന്റ്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക.